ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിനോടും ഗോവിന്ദനോടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ അവിടേക്ക് ചെന്നതും എല്ലാവർക്കും അറിയോ, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഗീതുവിനെ കൊല്ലാൻ നോക്കി. അത് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എന്ത്, അനാർക്കലി ഗീതുവിനെ കൊല്ലാൻ നോക്കിയെന്നോ എന്ന് രേഖയും പ്രിയയും ചോദിക്കുക. അതെ, ഒന്നും പറയണ്ട, അതിന് അനാർക്കലിക്ക് എന്താ ഗീതുവിനോട് വൈരാഗ്യം എന്നും നമ്മുടെ രേഖയും രഞ്ജും ചോദിക്കുക. അത് കേട്ടതും അത് നിന്നോട് പ്രത്യേകം പറയണ്ടല്ലോ, ഗീതു ഇവിടെ നിന്ന് ചെമ്പകശ്ശേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ വിളിച്ചു പറയാൻ ആളുള്ളപ്പോൾ പിന്നെ ഗീതുവിനെ അന്വേഷിച്ചെത്താൻ അനാർക്കലിക്കാണോ ബുദ്ധിമുട്ട് എന്നും. ആരാ അത് ചെയ്തത്? വേറെ ആര്? ഈ വരുണേട്ടനും രാധികാമ്മയും. ഞാനൊന്നും അനാർക്കലിയെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് കേട്ടതും നമ്മുടെ ഗീതുവും ഗോവിന്ദ അങ്ങോട്ട് വരാം. പിന്നെ ആരും വിളിച്ചു പറയാതെ ഗീതു അവിടേക്ക് പോയി എന്നുള്ള വിവരം അനാർക്കലി എങ്ങനെ അറിഞ്ഞു? ഞാനവിടെ ചെന്നില്ലെങ്കിൽ എനിക്ക് പകരം രഞ്ജുവിനെ കൊല്ലാനായിരുന്നു അനാർക്കലിയുടെ പ്ലാൻ. പക്ഷെ കൃത്യസമയത്ത് അവരുടെ കരണം അടിച്ച് ഞാനൊന്ന് പൊളിച്ചു കൊടുത്തു. അതുകൊണ്ട് അവരങ്ങ് ആപ്പിലായി. അത് കേട്ടതും നമ്മുടെ വരുൺ ഞെട്ടുക. ഈശ്വരാ, അവരുടെ കരണം ഇവളടിച്ച് തകർത്തോ? ഇനി എന്തായാലും അവർക്ക് ഇവളോടുള്ള ദേഷ്യവും പകയും കൂടും. ഈ അവസരം മുതലെടുത്ത് ഗീതുവിനെ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് തന്നെ കൊല്ലിക്കണം. ഈ സമയം രേഖ, എന്തിനാ എല്ലാവരും കൂടെ ഇങ്ങനെ ഈ കുടുംബത്തിൽ തമ്മിൽ തല്ലിയും വഴക്കുണ്ടാക്കിയും പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ജീവിക്കുന്നേ? അതിനേക്കാൾ നല്ലത് ഞാനൊരു കാര്യം പറയട്ടെ രാധികാമ്മേ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളെല്ലാം ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ഗോവിന്ദേട്ടൻ നിങ്ങളോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? അത് കേട്ടതും അതിന് ഞങ്ങളെന്ത് തെറ്റ് ചെയ്തു എന്നാ? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും വരും. അപ്പോൾ പ്രിയ, ഏട്ടനോടല്ലോ ചേച്ചി പറയുന്നത്, അമ്മയോടാ. അമ്മ പറയട്ടെ, ഏട്ടൻ മിണ്ടാതെ നിൽക്ക് എന്നും പറയാണ്. ഇത് കേട്ടതും നമ്മുടെ രാധികാമ്മ ഗോവിന്ദനെ നോക്കുക. അപ്പോൾ രേഖ, അമ്മേ ഒരു കാര്യം ഞാൻ പറയാം, അമ്മ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റുപറ. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഗോവിന്ദേട്ടൻ അമ്മയോട് ക്ഷമിച്ചു എന്ന് വരും. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കിവിടെ പഴയതുപോലെ തുടരുകയും ചെയ്യാം. അത് കേട്ടത് നമ്മുടെ ഗോവിന്ദ്, എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട, പതുക്കെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, വാഗീതു എന്നും പറഞ്ഞുകൊണ്ട് അവർ മുറിയിലേക്ക് പോവുക. കണ്ടോ അമ്മേ, ഗോവിന്ദേട്ടൻ്റെ മനസ്സ് അത്രയേ ഉള്ളൂ. അമ്മയോട് ഇപ്പോൾ ഗോവിന്ദേട്ടൻ കാണിക്കുന്ന ദേഷ്യവും വാശിയും ഒക്കെ അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കാതെ ഭാസ്കരനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. സത്യദാസും ഭാസ്കരനും ഒക്കെ ഒരാളാണെന്ന് ഗോവിന്ദേട്ടന് മനസ്സിലായി കഴിഞ്ഞു. ഇനിയെങ്കിലും അനാർക്കലിയുടെയും ഭാസ്കരൻ്റെയും കൂടെ ചേർന്ന് ചെയ്ത തെറ്റുകളെല്ലാം മറന്ന് അതെല്ലാം ഏറ്റുപറഞ്ഞ് അമ്മ ഗോവിന്ദേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയോട് ഗോവിന്ദേട്ടൻ ക്ഷമിക്കും. പിന്നെ ഗീതുവിനെ സ്നേഹിച്ച് അമ്മ ഗീതുവിനെ അംഗീകരിച്ച് ഈ വീട്ടിലൂടെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ അമ്മയെ ഇഷ്ടം പോലെ സ്നേഹിക്കും, പഴയതിനേക്കാളും ഡബിൾ മടങ്ങായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മ മനസ്സിലാക്ക്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ ഉറപ്പായിട്ടും അമ്മയെ ഗോവിന്ദേട്ടൻ ചേർത്ത് നിർത്തിയ എനിക്ക് അതിൻ്റെ സന്തോഷം. അമ്മേ, എനിക്ക് വേണ്ടി അവർ നിങ്ങളോട് ക്ഷമിക്കും, അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? ഞാൻ എന്തായാലും ആലോചിക്കട്ടെ എന്നും വരുൺ. അത് കേട്ടതും നമ്മുടെ രേഖ, ഞാൻ അമ്മയോടാണ് പറഞ്ഞത്, വരുണേട്ടൻ എങ്ങനെ വേണേലും ജീവിക്കാം, പക്ഷേ എനിക്ക് പറയാനുള്ളത് അമ്മയോടാ. അമ്മേ ഒന്നോർത്തോ, നാളെ നമുക്കൊരാപത്ത് സംഭവിച്ചാൽ അനാർക്കലിയും സത്യദാസൊക്കെ ഇട്ടെറിഞ്ഞേച്ച് പോവും. പക്ഷേ കൂടെ നിൽക്കാനും താങ്ങിപ്പിടിക്കാനും ഗോവിന്ദേട്ടൻ മാത്രമേ ഉണ്ടാവൂ. അതാലോചിച്ചിട്ട് അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് രേഖയും പ്രിയയും ഒക്കെ പോയി. ഈ സമയം നമ്മുടെ രാധിക ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അമ്മ അവർ പറയുന്നൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, രേഖയും പ്രിയയൊക്കെ പലതും പറയും എന്ന് കരുതി നമ്മുടെ ശത്രുക്കളല്ല അനാർക്കലി സത്യദാസ്, മനസ്സിലായല്ലോ. ഈ സമയം ഗീതുവും ഗോവിന്ദും മുറിയിലെത്തിയപ്പോൾ നമ്മുടെ മാർഗഴിയാണെങ്കിൽ ഗീതുവിൻ്റെ ചുരിദാറൊക്കെ എടുത്തിട്ട് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഇക്കിളിയൊക്കെ ആക്കുക. ഈ സമയം എടി ഭയങ്കരി, ഇവളെങ്ങനെ ഇതിനകത്ത് കയറി എന്നും പറഞ്ഞുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് നമ്മുടെ ഗീതു ചോദിക്കുക, അല്ലടി മാർഗഴി, നീ എങ്ങനെ ഇതിനകത്ത് കയറി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ പറയാം. ഞാനേ നിങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നേരെ മരത്തിൻ്റെ മുകളിൽ കയറി. മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആ തടിമാടം താ നോക്കുന്നു മരത്തിൻ്റെ താഴെ. എന്ത് ചെയ്യണമെന്നറിയാതെ മുകളിലേക്ക് നോക്കിയപ്പോൾ ബാൽക്കണിയിലോട്ട് ചാടി. ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ കതക് തുറന്നു കിടക്കുന്നു, ആ ജനൽ വഴി ഒരു കോലിട്ട് വീടിൻ്റെ വാതിൽ തുറന്നതിന് ശേഷം ഞാൻ അകത്ത് കയറി. എടി മരം കയറി, എൻ്റെ കണ്ണേട്ട, എത്രയും പെട്ടെന്ന് ഇവളെ ഒരാളെ കൊണ്ട് കെട്ടിക്കണം. എന്തിന്? അയാളെ കൂടെ മരം കയറ്റം പഠിപ്പിക്കാനോ? അത് കേട്ടതും അടി സക്കേ, അളിയൻ പൊളിയ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ മുതുകത്തിട്ടൊരു ഒറ്റടി. ഈ സമയം അതെ എടി, നീ എന്താ അടിച്ചു കളിക്കുകയാണോ? എൻ്റെ അളിയനെ ഞാൻ അടിക്കും, എൻ്റെ അളിയനെ സൂപ്പറാ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അളിയ, അളിയൻ്റെ ഡ്യൂപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ പാട്ടുകാരി അമ്മയോടൊന്ന് ചോദിക്ക്. അങ്ങനെയാണെങ്കിൽ അയാൾ തെരഞ്ഞു പിടിച്ച് ഞാൻ കെട്ടും. അളിയൻ അത്രയ്ക്ക് സൂപ്പറല്ലേ എന്നൊക്കെ പറയണടി. നിന്നെ ഞാൻ ശരിയാക്കും.
അങ്ങനെ ശരിയാക്കുമെങ്കിൽ ശരിയാക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സത്യം പറയുള്ളൂ. കണ്ണേട്ടാ, ഇവക്ക് ബസ് കാശ് കൊടുത്തേ, ഇവള് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോ കാശ് കൊടു. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ശരി ശരി. അയ്യോ, എൻ്റെ പേഴ്സ് കാണുന്നില്ലല്ലോ ഗീതു. കാണുന്നില്ലേ, ഇതാണോ ആ പേഴ്സ് എന്നും മാർഗഴി. അത് കേട്ടതും എടി ഭയങ്കരി, ഇത് നീ എപ്പോഴെടുത്തേ? അതൊക്കെ എപ്പോഴേ എടുത്തു, ഞാനേ ചില അടവുകളും വിദ്യകളും കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പം നിനക്ക് മതിൽ ചാട്ടം മാത്രമല്ല മോഷണവും ഇതുണ്ടല്ലേ, വൈദ്യം മാത്രമല്ല നീ പഠിച്ചത്, മോഷ്ടിക്കാനും പഠിച്ചു അല്ലേ? അതൊക്കെ ജീവിച്ചു പോകണ്ടേ മോളെ എന്നും പറയാം. ഈ സമയം ശരി ശരി, എന്നാൽ ഇപ്പം തന്നെ സ്ഥലം കാലിയാക്ക്. അളിയ, എനിക്ക് 200 രൂപ മതി എന്നും പറഞ്ഞുകൊണ്ട് 200 രൂപ എടുത്തിട്ട് ബാക്കി പേഴ്സ് ഗോവിന്ദൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുക. ഈ സമയം കഥകിൽ തട്ടുവാണ് നമ്മുടെ രാധിക. കണ്ണാ മോനെ കണ്ണാ. അത് കേട്ടതും നമ്മുടെ മാർഗഴി ഇവിടെ മറിഞ്ഞു നിന്നു. ഈ സമയം ഗോവിന്ദ് പോയി വാതിൽ തുറക്കുക. എന്ത് വേണം മോനെ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ മനസ്സ് നിന്നോട് തുറക്കണം. എനിക്ക് നിന്നോട് കുറച്ച് നേരം തനിച്ച് സംസാരിക്കണം. എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ നേരമില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് എന്നോടെല്ലാം തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ, പൂർണ്ണ മനസ്സോടു കൂടിയാണ് വരുന്നതെങ്കിൽ വന്നാൽ മതി, അല്ലാതെ എന്നോടൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നിൽക്കുക. അപ്പോഴേക്ക് വരും. അതെ, അത് തന്നെയായിട്ട് ഞാനും അമ്മയോട് പറഞ്ഞത്. എടി പിടിയെന്നെല്ലാം തുറന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സാവധാനം എല്ലാം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം പറയാൻ. വാ അമ്മേ, നമുക്ക് കുറച്ചേരം ആലോചിക്കാം, എന്നിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഗോവിന്ദനെ രാധികയും വിളിച്ചുകൊണ്ടങ്ങ് പോവുക. ഈ സമയം നമ്മുടെ ഗോവിന്ദാകെ അപ്സെറ്റായി അവിടെ കട്ടിലേ പോയിരുന്നു. എടി ദേ, അളിയനാകെ അപ്സെറ്റായി, നീ അളിയനൊന്ന് ആശ്വസിപ്പിക്കും, ഞാൻ പോവുക എന്നും പറഞ്ഞ് മാർഗഴി മതിലയാടി അങ്ങ് പോവുകയാണ്. ഈ സമയം ഗീതു, സാരമില്ല കണ്ണേട്ടാ, പോട്ടെ, രാധിക അമ്മ മാറും, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെ ആശ്വസിപ്പിക്കുക. ഈ സമയം പിന്നീട് വരുൺ കാണിക്കുന്നത്, അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് അമ്മ സറണ്ടർ ആവാൻ നോക്കുകയാണോ? എടാ മക്കളെ, കണ്ണനോടെല്ലാം തുറന്നു പറഞ്ഞ് സമാധാനത്തിൽ ഈ വീട്ടിൽ ജീവിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മേ, ഗോവിന്ദട്ടനെല്ലാം തുറന്നു പറഞ്ഞ് സമാധാനത്തിൽ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാടാ എൻ്റെ മോനെ, അവനെ ഞാൻ 10-15 വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയതാണ്. അങ്ങനെയുള്ളപ്പോൾ അവൻ തെറ്റ് ചെയ്യില്ല എന്നൊക്കെ തെറ്റ് ചെയ്താലും ക്ഷമിക്കുമെന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞ് അവനോട് മാപ്പ് ചോദിച്ചാൽ അവനെല്ലാം മറക്കും, എന്നെ കൂടെ നിർത്തും. എൻ്റെ അമ്മേ, ഇവിടെ നിന്നിട്ടൊന്നും ഒരു ഗുണവുമില്ല. പക്ഷെ അനാർക്കലിയുടെയും അച്ഛൻ്റെയും കൂടെ നിന്നാൽ നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. എടാ, അനാർക്കലിയും നിൻ്റെ അച്ഛനും നമ്മളെ ചതിക്കും. പല പ്രാവശ്യം അവരെന്നെ ചതിച്ചിട്ടുള്ളതാണ്. ഇപ്പം തന്നെ ചേതൻ ഗ്രൂപ്പുമായിട്ട് ഡീല് നടത്താൻ പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തോ ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ലടാ. അവർ നമ്മളെ ചതിക്കും. അവസാനം ഒന്നുമില്ലാതെ നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരെ കണ്ണുടച്ച് വിശ്വസിക്കരുതെന്ന്. കണ്ണനോടെല്ലാം തുറന്നു പറഞ്ഞ് നമുക്കിവിടെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാടാ. എൻ്റെ അമ്മയ്ക്ക് എന്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മ ചിലപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. അമ്മയോടുള്ള ഇതുകൊണ്ട് ചിലപ്പോൾ ഏട്ടൻ അമ്മയോട് ക്ഷമിച്ചു എന്ന് വരും. എന്നാൽ എന്നോട് ഏട്ടൻ ക്ഷമിക്കില്ല, അറിയാലോ എന്നെക്കുറിച്ച്. ഏട്ടന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രേഖയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ഏട്ടൻ എന്നോട് ക്ഷമിക്കുന്നത്. അതുകൊണ്ട് ദേ, അമ്മ ഇപ്പം എല്ലാം തുറന്നു പറയണമെങ്കിൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറയടാ മക്കളെ. ദേടാ, സത്യദാസും അനാർക്കലിയൊന്നും സത്യമല്ലടാ. അവരൊക്കെ നമ്മളെ ചതിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കാനും നമ്മളെ സഹായിക്കാനും കണ്ണൻ മാത്രമേ ഉണ്ടാവൂ. പഴയ എൻ്റെ ഈ അനന്തപുരി അറയ്ക്കലിലെ ജീവിതം പഴയതുപോലെ തന്നെ ആവണമെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണനോടെല്ലാം തുറന്നു പറയണം. മനസ്സ് തുറന്ന് ഞാൻ എല്ലാം പറഞ്ഞാൽ അവൻ എന്നോട് ക്ഷമിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. വെറുതെ വിശ്വസിച്ചിങ്ങനെ ഇരുന്നോ, ലാസ്റ്റ് എല്ലാം തുറന്നു പറഞ്ഞ് കരയേണ്ടി വരും എന്നും നമ്മുടെ വരുൺ. അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് രാധിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയാണെങ്കിൽ കട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. എന്നാലും ആ ഗീതു അവൾ എൻ്റെ കരണത്ത് തല്ലി. രഞ്ജുവിനെ കൊല്ലാനാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അവൾ എൻ്റെ ഈ കരണത്ത് തല്ലിയതുണ്ടല്ലോ, എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും അവളെ വെറുതെ വിടരുത് ഭാസ്കര. രഞ്ജുവിനേക്കാളും മുന്നേ മരിക്കേണ്ടത് അവളാണ്. അവൾ ഒറ്റ ഒരുത്തി, ആ ഗീതു. അവളല്ലേ ഭാസ്കര ആദ്യം മരിക്കേണ്ടത്. ഗീതു ഇപ്പം മരിക്കുന്നത് നമുക്ക് സേഫല്ല. ഗീതു അങ്ങനെ മരിച്ചാലും അതാരും അറിയാനും പാടില്ല. അതറിയാതെ മറച്ചു വെച്ചിട്ട് വേണം നമ്മുടെ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കാൻ. അപ്പം മാർഗഴിയെല്ലാം ജനലെ കൂടെ നിന്ന് കേൾക്കുക, ഈശ്വര, അനാർക്കലിയുടെ കരണത്ത് തല്ലിയത് ഞാനാ, പക്ഷെ അനാർക്കലിയുടെ ശത്രുവായത് ഗീതുവും. പാവം, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണോ? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഗീതുവിനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല പരട്ടത്തള്ളെ എന്ന് മാർഗഴി മനസ്സിലാലോചിക്കണം. ഭാസ്കര, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. ഗീതുവിനെ കൊന്നിട്ട് ആരും അറിയാതെ നമ്മളത് മറച്ചു വയ്ക്കണം. എന്നിട്ട് മാർഗഴി മൂലം നമ്മൾ
വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂ. മനസ്സിലായാലോ? ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായി ഭാസ്കര. പക്ഷേ അതെങ്ങനെ ചെയ്യും? ആ വീട്ടിൽ അവസരം വേണ്ടേ? ആ വീട്ടിൽ അങ്ങനെ കയറി കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. അതിനൊക്കെയുള്ളൊരു വഴി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അനാർക്കലി. നീ ധൈര്യമായിട്ടിരിക്കെ. നമ്മളെല്ലാം കാത്തിരുന്നത് പോലെ ആ ഒരു ദിവസം വന്നെത്തും. ആ ദിവസം നമുക്ക് വേണ്ടിയുള്ള ദിവസമായിരിക്കും. അതിനുവേണ്ടി ഞാൻ വലിയൊരു കാര്യം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അനാർക്കലി. എന്തായാലും ഗീതുവിനെയും ഗോവിന്ദനെയും ഒക്കെ തീർക്കാൻ നമുക്ക് ഒരു ദിവസം വരും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്താ ഭാസ്കര നീ ഒരുക്കിയിരിക്കുന്നത്? അത് ഞാൻ നിന്നോട് വഴിയെ പറയാം അനാർക്കലി എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പോയി. ഈ സമയം അനാർക്കലി ഗീതു ആ നാശം പിടിച്ചവളെ ഞാൻ കൊല്ലും, അതിനു വേണ്ടിയാ ഇനി എൻ്റെ അടുത്ത പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് ആ തൂണിലിട്ട് മുറുക്കെ ഇടിച്ചുകൊണ്ട് അനാർക്കലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം മാർഗഴിയാണ് കാണിക്കുന്നത്. ഈശ്വര, എന്ത് ചെയ്യും? ഗീതുവിനെ കൊല്ലാനായിട്ട് ഇവർ പ്ലാൻ ഇടുക. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഗീതുവിനോ ഗോവിന്ദേട്ടനോ ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. രഹസ്യങ്ങളുടെ ചുരുളഴിക്കണം. അതിന് ഈ രഹസ്യം, അതായത് ഭാസ്കരനും രാധികാമ്മയും വരുണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഗോവിന്ദേട്ടന് അറിയണം. അതിനിപ്പോൾ എന്താ ഒരു വഴി എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിൻ്റെ മനസ്സിലേക്ക് മാർഗഴിയുടെ മനസ്സിലേക്ക് അന്ന് ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ കയറി വരിക. അനാർക്കലിയുടെ മകളാണ് രഞ്ജു. ആ വിവരം അറിയാതെയാണ് അനാർക്കലി രഞ്ജുവിനെ കൊല്ലാൻ നടക്കുന്നത്. ആ സത്യം ഗോവിന്ദേട്ടന് അറിയില്ല. പക്ഷെ നീ ഇപ്പറഞ്ഞ ഈ രഹസ്യം ഗോവിന്ദേട്ടനോട് പറയരുത് എന്നും പറഞ്ഞ് മാർഗഴിയുടെ കയ്യിൽ നിന്നും ഗീതു സത്യം മേടിച്ചത് ഓർക്കുക. ഈ കാര്യം പറയരുതെന്നും പറഞ്ഞ് അവൾ എന്നോട് സത്യം മേടിച്ചു. യെസ്, മാരിയമ്മ രക്ഷിച്ചു, എനിക്ക് വഴി തുറന്നു. അതെ, ഈ കാര്യം പറയരുതെന്ന് മാത്രമേ അവൾ എന്നോട് പറഞ്ഞ് സത്യം മേടിച്ചിട്ടുള്ളൂ. എന്നാൽ ഭാസ്കരനും രാധികയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആരും അറിയരുതെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ചെയ്യാൻ പോകുന്നത് അതായിരിക്കും. ഞാൻ പോയി എല്ലാ സത്യങ്ങളും അളിയനോട് തുറന്നു പറയാൻ പോവുക. അതെ, ഭാസ്കരനും രാധികയും തമ്മിലുള്ള ബന്ധം അത് ഗോവിന്ദേട്ടൻ അറിയണം. എന്നാലേ ശത്രുക്കളുടെ എല്ലാവരുടെയും തകർച്ച കാണാൻ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ഗീതുവും ഗോവിന്ദും അവരുടെ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും മാർഗഴി എത്തിയതും എത്ര നേരമായിടി? ഞങ്ങളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരമായി വെയിറ്റ് ചെയ്തു. നീ എന്താ ഇത്ര വൈകിയത്? അതെ, പുറത്തൊരു പൂവാലനിരിപ്പുണ്ട്. ആ പൂവാലൻ്റെ കണ്ണ് വെട്ടിക്കാനായിട്ട് ഞാൻ ഇത്രയും പാടുപെട്ടത്. നീ ഗോവിന്ദേട്ടനയുടെ കൂടെ അകത്തേക്ക് കയറുന്നത് ആ പൂവാലൻ കണ്ടു. ആ പൂവാലൻ്റെ മുന്നിൽ കൂടെ ഞാനും കൂടെ വന്നാൽ പുറത്ത് നിൽക്കുന്ന ഗീതു എങ്ങനെ ഇത്ര പെട്ടെന്ന് അകത്തെത്തിയെന്ന് ആ പൂവാലൻ ചിന്തിക്കും. അതുകൊണ്ട് ആ പൂവാലനെ കാണാതെ വരണ്ടേ? നിൻ്റെ ഈ വേഷം കണ്ടാലൊന്നും ഞാനാണെന്ന് ആരും വിചാരിക്കില്ല. പിച്ചക്കാരിയുടെ ഒരു വേഷം. അത് കേട്ടതും പിച്ചക്കാരിയുടെ വേഷം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ പിച്ചക്കാരിയെ പോലെ ഇരിക്കുന്ന നീ ആടി ചപ്പളങ്ങ മൂഞ്ചി. നിൻ്റെ മുഖം കാണുമ്പോഴേ എനിക്ക് നല്ല ചിരി വരിക. ദേ ഗോവിന്ദേട്ട കേട്ടോ, ഇവിടെ നിന്ന് തമിഴിൽ തെറി പറയുക. പറയൂടി, നിൻ്റെ മുഖമേ ലോറി കയറിയ മാങ്ങ പോലെ ഇരിക്കുക. അത് കേട്ടതും നിൻ്റെ മുഖം അടി അങ്ങനെ ഇരിക്കുന്നത്. രണ്ടും കൂടെ അടിയായി. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ രണ്ടിരട്ട സഹോദരിമാർ തമ്മിൽ കാണണ്ടെന്ന് ഞാൻ വിചാരിക്കും. മനസ്സിലായല്ലോ? അത് കേട്ടതും ശരി, അളിയന് വേണ്ടി ഞാൻ നിർത്താം, കണ്ണേട്ടന് വേണ്ടി ഞാനും നിർത്താം എന്നും പറയാം. നിങ്ങളുടെ വഴക്കൊക്കെ അവസാനിപ്പിച്ച് മാർഗഴി എന്താ പറയാമെന്നെന്ന് പറ. അത് കേട്ടതും നമ്മുടെ മാർഗഴി അവിടെ ചെമ്പകശ്ശേരിയിൽ വെച്ച് അനാർക്കലിയുടെ കവളത്തടിച്ചത് ഞാനാ. പക്ഷേ അത് ഗീതുവാണെന്ന് വിചാരിച്ച് അനാർക്കലിയുടെ ദേഷ്യം ഗീതുവിനോടായി. ഇപ്പോൾ രഞ്ജുവിനെ കൊല്ലാനല്ല, ഗീതുവിനെ കൊല്ലാനാണ് അനാർക്കലി ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്. അളിയ, ഇതൊക്കെ നമുക്കൊരു കേസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് അകത്തിടാൻ പറ്റില്ലേ? അതൊക്കെ പറ്റും. പക്ഷേ സാക്ഷി പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മാർഗഴി, നിന്നേക്കാളും നല്ലത് രാധികാമ്മ സാക്ഷി പറയുന്നതാ. രാധികാമ്മ സാക്ഷി പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികളെ പിടിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. അത് കേട്ടതും രാധികാമ്മ സാക്ഷി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ മാർഗഴി? അതാണ് രക്തബന്ധത്തിൻ്റെ ഗുണം. രാധികാമ്മ സാക്ഷി പറഞ്ഞാലും വരുണാണ് സാക്ഷി പറയാൻ സമ്മതിക്കാത്തത്. വരുണാണ് രാധികാമ്മയെ മാറാൻ അനുവദിക്കാത്തത്. അതല്ലേ പറഞ്ഞത് അത് രക്തബന്ധത്തിൻ്റെ ഗുണമാണെന്ന്. രക്തബന്ധം? എന്ത് രക്തബന്ധം? അനാർക്കലിക്കും ഭാസ്കരനും വരുണും തമ്മിൽ എന്ത് രക്തബന്ധം ഉള്ളത്? ഒരു രക്തബന്ധം ഇല്ല കണ്ണേട്ടാ. ഇവള് വെറുതെ ചുമ്മാ പറയുന്നതാ. എന്ത് മാർഗഴി, എന്ത് രക്തബന്ധം അടിയുള്ളത്? അതൊന്നും അപ്പോൾ ഗോവിന്ദേട്ടന് അറിയില്ലേ? ഇല്ല. ഗീതു, നീ മിണ്ടാതിരിക്കടി. ഇതേ അവരുടെ കൂടെ നടന്ന് ഞാൻ മനസ്സിലാക്കിയൊരു രഹസ്യമാണ്. രാധികായമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ്, അതായത് ആദ്യ ഭർത്താവാണ് ഭാസ്കരൻ. ആദ്യ ഭർത്താവിലുണ്ടായ, അതായത് ഭാസ്കരനിൽ രാധികാമ്മയ്ക്കുണ്ടായ മകനാണ് വരുൺ. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് എന്താ പറഞ്ഞത്? എൻ്റെ അളിയ, രാധികാമ്മയുടെ ആദ്യ ഭർത്താവും മകനുമാണ് ഭാസ്കരനും വരുണമെന്ന്. അതാണ് മനസ്സിലാവാത്തത്. ഞാൻ ഇത്ര പച്ചയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അത് കേട്ടതും ഗോവിന്ദിൻ്റെ കണ്ണ്
ഇങ്ങനെ ദേഷ്യത്തോടെ ഞെട്ടലോടെ ഇങ്ങനെ തുറച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഗീതു ഞാനിന്ന് അപ്പോൾ നമ്മുടെ മാർഗഴി ഞാൻ പറഞ്ഞ സത്യം അളിയാ, ഇത് അവരുടെ കൂടെ നടന്ന് ഞാൻ മനസ്സിലാക്കിയതാ എന്നും പറയുന്നത് കേട്ടതോടുകൂടെ ഗോവിന്ദ് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുക. അപ്പോൾ ഗീതു നിന്നെ ശരിയാക്കി തരാടി കള്ളി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഈ സമയം ഹാവു മാരിയമ്മ രക്ഷപ്പെട്ടു, ഞാൻ വിചാരിച്ചതുപോലെ ഒരു വലിയ രഹസ്യം പൊളിക്കാൻ പറ്റി, ഇനി എന്ത് വേണമെന്ന് അളിയൻ തീരുമാനിച്ചോളും എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.